തൃശൂരിലെ വ്യാജ വോട്ട് വിവാദം നിയമപരമായി നേടാൻ CPI വോട്ടർ പട്ടികയിലെ ക്രമക്കേട് കണ്ടെത്താനുള്ള ബൂത്ത് തല അന്വേഷണം പൂർത്തിയായാൽ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. ഓണത്തിന് മുൻപ് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പ്രാദേശിക നേതൃത്വത്തിന് സംസ്ഥാനം നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതേസമയം സർക്കാർ തലത്തിൽ അന്വേഷണം നടത്താത്തതിൽ CPIയിൽ ഒരു വിഭാഗത്തിന് വലിയ എതിർപ്പുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPI പ്രതീക്ഷ വെച്ച ഏക മണ്ഡലം തൃശൂരായിരുന്നു. കാരണം VS സുനിൽകുമാർ എന്ന സ്ഥാനാർത്ഥിയും LDFന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനവും. പക്ഷെ ഫലം വന്നപ്പോൾ താമര വിരിഞ്ഞു. അന്നേ CPI വോട്ട് ചോർച്ചയും വ്യാജ വോട്ട് സംബന്ധിച്ച പരാതിയും ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ രാജ്യവ്യാപകമായി BJP നടത്തിയ വോട്ട് ചേർക്കൽ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടതോടെ തൃശൂരിലും വലിയ അന്വേഷണത്തിലാണ് CPI. ബൂത്ത് ലോക്കൽ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചാണ് ആഭ്യന്തര അന്വേഷണം. നിങ്ങൾ 1 വോട്ടാണെങ്കിലും 10 വോട്ടാണെങ്കിലും 1000 വോട്ടാണെങ്കിലും 10000 വോട്ടാണെങ്കിലും നിങ്ങൾ ഇലക്ഷൻ നിയമം ലംഘിച്ചുകൊണ്ടും ഇലക്ഷൻ നിയമത്തിന്റെ ലൂപ്പുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും കള്ളത്തരം കാണിച്ചിട്ടാണോ നിങ്ങൾ അത് ചേർത്തിരിക്കുന്നത്? സ്ട്രീറ്റിൽ കിടന്നുറങ്ങുന്ന ആളുകൾക്ക് പോലും വോട്ട് ചെയ്യാൻ അവകാശം കൊടുക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മഹനീയ മുഖമാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ആ മഹനീയ മുഖത്തെ അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയെ BJP ഇവരുടെ ഒത്താശയോടുകൂടി ദുരുപയോഗം ചെയ്ത് ഇവരുടെ മണ്ഡലത്തിന് പുറത്തുള്ള ആളുകളെ ഒരു പ്രത്യേക വിജയത്തിന് വേണ്ടി കൊണ്ടുവരികയാണ്. വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി CPI കണ്ടെത്തിയിരിക്കുന്നത്. 2024 വോട്ടർ പട്ടിക സംബന്ധിച്ച് സൂക്ഷ്മമായ പരിശോധന നടത്തി നിയമ നടപടിക്ക് സാധ്യതയുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. വ്യാജ വോട്ടുകൾ തെളിവുകൾ സഹിതം ലഭിച്ചാൽ കോടതിയിൽ പോകും. ആൾമാറാട്ടത്തിനും വോട്ടർ പട്ടികയിൽ തിരിമറി നടത്തിയതിനുമടക്കം ക്രിമിനൽ കേസ് നൽകാനാണ് തീരുമാനം. CPIയുടെ സംസ്ഥാന സമ്മേളനം അടുത്ത മാസം തുടങ്ങുന്നതിന് മുമ്പ് അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. എന്നാൽ അന്വേഷണത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. വോട്ട് ചേർക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത് ബൂത്ത് ലെവൽ ഓഫീസർമാരാണ്. ഇവരെ നിയമിക്കുന്നതിന് സംസ്ഥാന സർക്കാരിനും പങ്കുണ്ട്. തൃശൂരിൽ BLOമാരുടെ വീഴ്ച കണ്ടെത്തിയാൽ അത് LDF സർക്കാരിനും തിരിച്ചടിയാകും. അതുകൊണ്ടാണ് BJPയെ രാഷ്ട്രീയമായി എതിരിടാവുന്ന വിഷയത്തിൽ CPM ഇപ്പോഴും മൗനം തുടരുന്നത്, അല്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകാത്തത്. അതും CPIക്ക് അറിയാം. അതുകൊണ്ട് എടുത്തു ചാടില്ല. AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.